ട്രാക്കർ ആദ്യമായി ഇങ്ങനെയായിരിക്കും കാണിക്കുക. ഇത് ആദ്യമായി നിങ്ങൾ ഗൂഗിൾ ഷീറ്റ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇങ്ങനെ നിങ്ങൾക്ക് ലഭിക്കുക. അതിനുശേഷം നാം ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഫസ്റ്റ് നാം A1 എന്ന ആദ്യത്തെ കോളത്തിൽ നാം നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ അളവ് എഴുതുന്നു. ഞാൻ ഉദാഹരണത്തിന് 1000 എഴുതുന്നു. പിന്നെ അതിനുശേഷം നമ്മുടേതായ അക്കൗണ്ടിലുള്ള ക്യാഷ് എത്രയാണെങ്കിൽ അത് എഴുതുന്നു. ഇതൊക്കെ നിങ്ങൾ സാമ്പിളിന് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ എന്ത് ചെയ്തു ഞാനൊരു 500 എഴുതുന്നു. അതിനുശേഷം അപ്പോൾ നമ്മൾ ഈ കണക്ക് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതിൽ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതി തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ കയ്യിലുള്ളത് എഴുതി വെക്കണം. അപ്പോഴേ പിന്നെ അത് ബാക്കിയുള്ളതുമായി ശരിക്ക് പോകാൻ കഴിയുള്ളൂ. പിന്നെ അതിന് ശേഷം നമ്മൾ ഡേറ്റ് എഴുതാണ്ട് എന്താണ് കാറ്റഗറി എഴുതാം. കാറ്റഗറി നമ്മളൊരു കടയിൽ നിന്നാകുമ്പോൾ ആ കടയുടെ പേര് എഴുതുന്നു. പിന്നെ പാർട്ടിക്കുലേഴ്സ് എഴുതാം. ആ കടയിൽ നിന്ന് നാം എന്തെല്ലാം സാധനങ്ങളാണ് വാങ്ങുന്നതെങ്കിൽ അത് എഴുതാം. പിന്നെ അതിനുശേഷം ആ ഡേറ്റ് അനുസരിച്ചുള്ള ഇൻകം 2 ഇൽക്കുണ്ട്. ഇൻകം ക്യാഷ് ആയിട്ടുള്ള ഇൻകം, അക്കൗണ്ടിൽ ഇൻകം, പിന്നെ എക്സ്പെൻസും അതേപോലെ ക്യാഷ് ആയിട്ടുള്ള എക്സ്പെൻസും അക്കൗണ്ടിലേക്കുള്ള എക്സ്പെൻസും. പ്രധാനത്തിൽ നമ്മൾ ഡേറ്റ് ചെയ്താൽ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ സംഖ്യ എഴുതുന്നു. ഇൻകമായിട്ടൊരു 5000 എഴുതുന്നു. അത് ശമ്പളം അതഞ്ഞ് വേറെ വരുമാനം ഇതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയ്യിലുള്ള കാശുമായിട്ട് അത് ആഡ് ചെയ്യപ്പെട്ടു. നമ്മുടെ അക്കൗണ്ട് വഴിക്കുള്ള ഒരു ക്യാഷും കൂടി എഴുതുന്നു. അക്കൗണ്ടിലേക്കൊരു 3000. അപ്പോൾ അത് അക്കൗണ്ടിലേക്ക് അവിടെ ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ടോട്ടൽ ഇപ്പുറത്ത് ഉണ്ടാവും. ഫസ്റ്റുള്ള ക്യാഷ് ആദ്യത്തെ മാറ്റമില്ലാതെ അവിടെ ഉണ്ടാവും. രണ്ടാമത് A1, B1, C1 എന്നത് മാറ്റമില്ലാതെ അവിടെ വെക്കണം. പിന്നെ ശേഷത്തിലൊക്കെ നമ്മളിങ്ങനെ കൂടുന്നതിനനുസരിച്ച് കൂടും, കുറയുന്നതനുസരിച്ച് കുറയും. ആ നിലക്കാണ് പോകുന്നത്. പിന്നെ ഇത് ചിലവ് വരുമ്പോൾ ഇവിടെ നമ്മൾ ആൻഡിങ് ആകുമ്പോൾ ഇങ്ങനെ ഈ നിലക്ക് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തുന്നു. പിന്നെ അപ്പോൾ അതനുസരിച്ച് ഇവിടെ മാറ്റം വരുന്നു എന്ന് മാത്രമല്ല ഓരോന്നിൻ്റെയും ക്യാഷിൻ്റെ മുകളിൽ അതിൻ്റെ ടോട്ടൽ ഇങ്ങനെ അതും വേറെ കണക്കും വരും. അങ്ങനെ പിന്നെ വേറെ ഒരു സംഖ്യ നമ്മളിവിടെ എഴുതുന്നു. അത് അക്കൗണ്ട് എക്സ്പെൻസ് ആയിട്ട്. അപ്പോൾ അതും ഇവിടെ മാറ്റം വന്നു. അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കും. ആ നിലയ്ക്ക് നമുക്ക് ഇതെങ്ങനെ ഉപയോഗിച്ച് നോക്കാം. കൂടുതൽ നിങ്ങളിത് ഉപയോഗിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണം. 88 488 19 145 എന്നതിലേക്ക്. ഓക്കെ.